ഹായ് നമസ്കാരം. കഴിഞ്ഞ 2 വർഷമായി കാർ വിൽപ്പന കുതിച്ചുയർന്നപ്പോഴും അതിൽ പങ്കെടുക്കാതെ രാജ്യത്തെ യുവാക്കൾ, മിഡിൽ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ ഇനി കാറുകൾ വാങ്ങില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അതിന്റെ ചെലവ് താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് യുവാക്കളുടെ ഈ തീരുമാനം. യുവാക്കൾക്ക് ജോലി ലഭിക്കുന്നില്ല, ജോലിയുള്ളവർക്കാകട്ടെ ഒരു ഉയർച്ചയും ലഭിക്കുന്നില്ല. നിലവിലെ സാമ്പത്തിക സ്ഥിതികൾ ഒരു കാർ വാങ്ങാനോ ഒരു EMI ആരംഭിക്കാനോ ആരാണ് ധൈര്യപ്പെടുക എന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ആഡംബര കാറുകളുടെയും മൾട്ടി യൂട്ടിലിറ്റി വാഹനങ്ങളുടെയും വിൽപ്പന കുതിച്ചുയർന്നു. എന്നാൽ ചെറിയ മിഡിൽ ക്ലാസ് പാസഞ്ചർ കാറുകളുടെ വിൽപ്പന സ്തംഭിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. 90കളിലെയോ 2000 കാലത്തിലെയോ പോലെ യുവാക്കൾക്ക് മികച്ച ശമ്പള വർധനവ് ഇപ്പോൾ ലഭിക്കുന്നില്ല. മിഡിൽ മാനേജ്മെന്റിലേക്ക് ഉയർത്തപ്പെട്ട ചെറുപ്പക്കാരായ പ്രൊഫഷണലുകൾ ഓരോ ശമ്പളത്തിൽ വർഷങ്ങളോളം ജോലി ചെയ്യേണ്ടി വരുന്നു. ഒപ്പം ഏത് സമയം പിരിച്ചുവിടാം എന്ന രീതിയും സ്വകാര്യ മേഖലയിൽ നിലനിൽക്കുന്നു. ഇതിനാലാണ് ഇടത്തരക്കാരായവർ ലോണെടുത്ത് വാഹനങ്ങൾ വാങ്ങാൻ തയ്യാറാകാത്തത് എന്നാണ് വിലയിരുത്തൽ. 10 വർഷം മുൻപ് രാജ്യത്തുണ്ടായ 64% കാറുകളും ഇടത്തരം വലിപ്പമുള്ള കാറുകൾ ആയിരുന്നു. എന്നാൽ ഇത് ഇന്ന് 35% ചുരുങ്ങി. 2013-14 കാലത്ത് 19.7 ലക്ഷം കാറുകൾ ഇത്തരത്തിൽ വിറ്റഴിക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷത്തെ കണക്കു പ്രകാരം 17.2 ലക്ഷം മാത്രമാണ് ഇടത്തരങ്ങൾ കാറുകളുടെ വിൽപ്പന. കഴിഞ്ഞ 3-4 വർഷത്തിനിടെ ലക്ഷറി കാറുകളുടെയും MUVകളുടെയും മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾസ് വർദ്ധിച്ചപ്പോൾ മിഡിൽ ക്ലാസിന്റെ പാസഞ്ചർ കാറുകളുടെ വിൽപ്പന താഴേക്ക് പോവുകയും ചെയ്തു. ഇതുകൊണ്ടാണ് 2013-14 കാലത്ത് രാജ്യത്ത് വാഹന വിപണിയിൽ 18% മാത്രമായിരുന്നു MUVകൾ. 2023-24 കാലത്ത് ഇത് 57% ഉയർന്നു. 10 വർഷത്തിനിടെ 5.7 ലക്ഷത്തിൽ നിന്ന് 27.8 ലക്ഷമായി പ്രതിവർഷ വിൽപ്പന ഉയരുന്നു. ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് ഡീലേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കു പ്രകാരം 70,000 കോടി രൂപ മൂല്യം വരുന്ന 7 ലക്ഷത്തോളം കാറുകൾ ഇപ്പോൾ രാജ്യത്ത് കെട്ടിക്കിടക്കുന്നുണ്ട്. ദസറ, ദീപാവലി സമയത്ത് കെട്ടിക്കിടക്കുന്ന കാറുകൾ എല്ലാം വിറ്റുപോകുമെന്ന് പ്രതീക്ഷയിലാണ് കാർ നിർമ്മാതാക്കൾ. കാർ ഡീലർമാർ കാർ നിർമ്മാതാക്കളിൽ നിന്ന് മെച്ചപ്പെട്ട ഓഫർ ലഭിക്കാനായി പെരുപ്പിച്ച കണക്കുകൾ അവതരിപ്പിക്കുകയാണ് എന്നാണ് വാഹന നിർമ്മാതാക്കളുടെ ഒരു വാദം. 2019 കോവിഡിനെ തുടർന്നും അതിനുശേഷം 2 വർഷത്തോളവും കാർ വിൽപ്പനയിൽ നേരിട്ട് പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടാവില്ല എന്നാണ് നിർമ്മാതാക്കളുടെ വാദം.